ആര് പണം മുടക്കുമെന്ന തർക്കങ്ങൾക്കൊടുവിൽ പമ്പ ഞുണങ്ങാറിന് കുറുകെയുള്ള പാലം നിർമ്മാണം തുടങ്ങുന്നു. ജലസേചന വകുപ്പിന്റെ നേതൃത്വത്തിലാണ് പാലം നിർമ്മിക്കുന്നത്. പ്രളയത്തിൽ പാലം ഒലിച്ചുപോയതോടെ ശബരിമലയിലെയും പമ്പയിലെയും മാലിന്യ നിർമ്മാർജ്ജനവും പ്രതിസന്ധിയിലായിരുന്നു. 2018 പ്രളയത്തിലാണ് ഞുണങ്ങാർ പാലം തകർന്നത്. ഇതിനു പകരം ഇറിഗേഷൻ വകുപ്പ് നിർമ്മിച്ച താൽക്കാലിക റോഡും കഴിഞ്ഞ മലവെള്ളപ്പാച്ചിലിൽ ഒലിച്ചുപോയി. ഞുണങ്ങാർ കടന്നു വേണം മാലിന്യ നിർമ്മാർജ്ജന പ്ലാന്റിലേക്ക് എത്തുവാൻ. പാലം ഇല്ലാതായതോടെ പമ്പയിലെയും സന്നിധാനത്തെയും മാലിന്യ നിർമ്മാർജ്ജനവും പ്രതിസന്ധിയിലായി. താൽക്കാലിക ബെയിലിപ്പാലം നിർമ്മിക്കാൻ കരസേന മുൻപോട്ട് വന്നെങ്കിലും പണം മുടക്കുന്നതിനെ ചൊല്ലിയുള്ള തർക്കം കോടതി കയറി. ഒടുവിൽ നിർമ്മാണം ജലസേചന വകുപ്പിനെ ഏൽപ്പിച്ചതായി സർക്കാർ കോടതിയെ അറിയിച്ചു. 19,30,000 രൂപയാണ് നിർമ്മാണ ചെലവ്. 5 മീറ്റർ വീതിയിൽ 24 ടണലുകളും കല്ലും ഉപയോഗിച്ചാണ് താൽക്കാലിക റോഡിന്റെ നിർമ്മാണം. നമ്മൾ അന്ന് നേരത്തെ 5 വെൻ്റ് വെച്ചിരുന്നു. ഇപ്പോൾ 12 വെൻ്റ് വെച്ച് 7 താഴെയും മേളി 2 വെച്ച് ഈ സെയിം പൈപ്പ് തന്നെ വെച്ചിട്ട് 2 സൈഡിലും ഗാബിയോൺ സ്ട്രക്ചറാണ്. വലയ്ക്കകത്ത് പാറയടുക്കി മണ്ട ടൈറ്റ് ചെയ്തതിന് മുകളിൽ ലെയർ മക്കു നിരത്തുന്ന ഒരു എസ്റ്റിമേറ്റാണ് ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. കാലാവസ്ഥ അനുകൂലമായാൽ 10 ദിവസത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തിയാകും. നിലവിൽ പ്ലാന്റിലേക്കുള്ള ഗതാഗതം നിലച്ചതോടെ പമ്പയിലെ സെപ്റ്റിക് ടാങ്കുകൾ നിറയുകയാണ്. ഈ മാലിന്യം ടാങ്ക് ലോറികളിൽ ശേഖരിച്ച് ഉൾവനത്തിൽ മറവു ചെയ്യുകയാണ്. ക്യാമറമാൻ കൃഷ്ണപ്രസാദിനൊപ്പം സനോജ് സുരേന്ദ്രൻ, ന്യൂസ് 18 പമ്പ. ഇടവേള.